നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ആ അക്രൂരന്റെ കയ്യിലാണ് ഈ ശമന്തകരത്നം ഏൽപ്പിച്ചിട്ട് ശതധന്വാവ് ഓടിപ്പോയത്. അക്രൂരനാകട്ടെ ആകെ കുറ്റബോധം, അങ്ങനെ ഈ മണി കയ്യിലിടത്തോളം ദ്വാരകയിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ നാടുവിട്ട് കാശിയിലേക്ക് പോയി. എന്നാൽ കുറെ നാള് അക്രൂരനെ കാണാതെ എല്ലാവർക്കും വലിയ വിഷമമായി. മാത്രമല്ല ഇതിന് മുൻപൊരിക്കൽ ഈ മിഥിലാ രാജധാനിയിൽ വലിയ വിഷമതകൾ, വെള്ളപ്പൊക്കവും വരൾച്ച അങ്ങനെയുള്ള പല പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ അക്രൂരന്റെ പിതാവായിരുന്നു എത്രേ അന്ന് പിതാവിന്റെ ഒരു സാന്നിധ്യമായിരുന്നു മിഥിലാ രാജധാനിയെ രക്ഷിച്ചത് എന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തിൽ ഈ അക്രൂരൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ്, ആർക്കും അറിയില്ല അക്രൂരന്റെ കയ്യിലാണ് ഈ ശമന്തകമണി ഉള്ളത് എന്നും. അപ്പൊ എന്തോ കാരണത്താൽ അക്രൂരൻ നാടുവിട്ടു പോയിരിക്കുന്നു എന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അക്രൂരനെ വിളിച്ചു വരുത്തണം, എങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് ഒരു ഐശ്വര്യമുണ്ടാകുള്ളൂ എന്നൊക്കെ ആളുകൾ പറഞ്ഞതിന് പ്രകാരം ഭഗവാൻ തന്നെ അക്രൂരനെ നേരിട്ട് പോയിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അക്രൂരന്റെ കയ്യിൽ നിന്നും ആ ശമന്തകമണി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതാണ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അക്രൂരഃ ഏഷഃ ഭഗവൻ ഭവദിച്ഛയാ ഏവ ഭവദിച്ഛയൈവ സത്രാജിതഃ കുചരിതസ്യ യുയോജ ഹിംസാം അക്രൂരതഃ മണിമനാഹൃതവാൻ പുനസ്ത്വം തസ്യൈവ ഭൂതിം ഉപധാതുമിതി ബ്രുവന്തി. ഭഗവൻ, അല്ലയോ ഭഗവാനെ, ഏഷഃ അക്രൂരഃ, ഈ അക്രൂരൻ ഭവദിച്ഛയ, ഭഗവാന്റെ ഇച്ഛയനുസരിച്ച് ഏവ തന്നെയാണ്, അങ്ങയുടെ ഇച്ഛയനുസരിച്ച് തന്നെയാണ് കുചരിതസ്യ, ആ അപവാദം പറഞ്ഞു പരത്തി കുചരിതനായ ദുഷ്കൃത്യങ്ങൾ ചെയ്ത ആ സത്രാജിത്തിനെ ഹിംസാം യുയോജ, ആ ഹിംസയിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചത് ഭഗവാനെ അങ്ങയുടെ ഒരു സങ്കല്പം തന്നെയാണ് എന്ന് മേൽപ്പത്തൂർ ഉറപ്പിച്ചു പറയാണ്. ത്വം പുനഃ, അങ്ങാകട്ടെ പിന്നീട് അക്രൂരതഃ, ആ അക്രൂരന്റെ പക്കൽ നിന്ന് മണിം അനാഹൃതവാൻ, സ്യമന്തക രത്നം, കാരണം ഭഗവാന് മനസ്സിലായി അക്രൂരന്റെ കയ്യിലാണ് ഇതുള്ളതെന്നും അങ്ങനെ ഭഗവാൻ തന്നെ അക്രൂരനെ തേടിപ്പിടിച്ചു കൊണ്ടുവന്നു. എന്നാൽ അക്രൂരന്റെ കയ്യിൽ നിന്ന് തിരിച്ച് ആ മണിയെ സ്വീകരിക്കുകയുണ്ടായില്ല. അതാണ് അനാഹൃതവാൻ, ആ മണി തിരിച്ചെടുത്തില്ല. തസ്യയേവ ഭൂതിം, ആ അക്രൂരന്റെ തന്നെ ഭൂതിം ഐശ്വര്യത്തെ ഉപധാതും വർദ്ധിപ്പിക്കുവാനാണ് എന്ന് ഇതി ബ്രുവന്തി എന്ന് അറിവുള്ളവർ പറയുന്നു. അപ്പൊ ഇവിടെ അക്രൂരനെ ഭഗവാൻ തന്റെ ഒരു കയ്യിലെ കളിപ്പാട്ടമെന്ന പോലെ ഭഗവാൻ അക്രൂരനെ ഉപയോഗിച്ചതാണ്.
അതാണ് ഭഗവാന്റെ ഒരു സങ്കല്പം എന്ന പോലെ അക്രൂരൻ കുറച്ചു നേരത്തേക്കെങ്കിലും ഒരു മറ്റുള്ള ഒരാളെ കൊല്ലാൻ പ്രേരിപ്പിച്ച ഒരു ദുർബുദ്ധിയെ പോലെ പെരുമാറിയത്. അതേസമയം ഇത് അക്രൂരനെ മൊത്തത്തിൽ ഒന്ന് പരിശുദ്ധീകരിച്ചിട്ട് ഈ സ്യമന്തക രത്നത്തിന് അധികാരിയാക്കി തീർക്കുകയായിരുന്നു ഭഗവാൻ എന്ന് അറിവുള്ളവർ പറയുന്നു എന്നാണ് മേൽപ്പത്തൂർ പറയുന്നത്. അല്ലാതെ അക്രൂരനെ പോലെ ഒരു പരമഭക്തന് ഒരിക്കലും ഇങ്ങനെയൊരു ദുർബുദ്ധിയുള്ള ഒരാളെ പോലെ പെരുമാറാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് ഭഗവാനെ അങ്ങയുടെ ഇച്ഛ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അക്രൂരൻ സത്രാജിത്തിന്റെ കൊലപാതകത്തിന് കാരണക്കാരനായി തീർന്നത്. എന്നാൽ പിന്നീട് കാശിയിലൊക്കെ പോയിട്ട് മനസ്സ് പരിശുദ്ധമാക്കി തിരിച്ചു വന്ന ആ അക്രൂരന് ഈ സ്യമന്തകമണി അക്രൂരന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കാൻ ഭഗവാൻ പറഞ്ഞു. അതിന് കാരണമായി പറയുന്നത് അക്രൂരന് ഐശ്വര്യം വരണം എന്ന് ഭഗവാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ്. സത്രാജിത്തിനെ പോലെ ഒരു ദുഷ്ടന്റെ കയ്യിൽ ഇരിക്കേണ്ട ഒരു രത്നമല്ല സ്യമന്തക രത്നം. അത് അക്രൂരനെ പോലെയുള്ള ഒരു ഭക്തോത്തമന്റെ കയ്യിൽ ഇരിക്കേണ്ടതാണ് എന്ന ആ ഒരു സങ്കല്പത്താൽ ഭഗവാന്റെ ഒരു തിരക്കഥയായിരുന്നു ഈ സംഭവിച്ചതൊക്കെ എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ശ്ലോകം 9. അക്രൂരയേഷ ഭഗവൻ ഭവതിച്ഛയൈവ സത്രാജിത കുചരിതസ്യ യുയോജഹിംസാം അക്രൂരതോ മണിമനാഹൃതവൻ പുനസ്ത്വം തസ്യൈവ ഭൂതിമുപധാതുമിതി ബ്രുവന്തി. ഹരിശരണം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം. എല്ലാ മഹാത്മാക്കളെയും എല്ലാ സജ്ജനങ്ങളെയും ഗുരുക്കന്മാരെയും ഭട്ടതിരിപ്പാടിനെയും വ്യാസഭഗവാനെയും ശ്രീ ഗുരുവായൂരപ്പനെയും നമസ്കരിക്കുന്നു. അനേകം നിർദ്ദേശങ്ങളും സന്ദേശങ്ങളും പാഠങ്ങളും തരുന്ന ഒരു ദശകമാണ് 80. ഈ 80 ദശകം സ്ഥിരമായിട്ട് ഭക്തിയോടുകൂടി പാരായണം ചെയ്തു കഴിഞ്ഞാൽ ദുഷ്കീർത്തിയൊന്നും ഉണ്ടാവില്ല എന്നും അതുപോലെ തന്നെ വളരെയധികം ഐശ്വര്യം ഉണ്ടാവും എന്നൊക്കെയാണ്. ദുരിതവും ദുഷ്കൃതിയും നീങ്ങി ഐശ്വര്യം ലഭിക്കും എന്നുള്ളതായൊരു കാര്യം കൂടി ഉണ്ട് അത്രേ. അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ദുഷ്കീർത്തി വന്നുപെട്ടാൽ ഈ ദശകം വായിക്കാൻ പറയും, ഇത് പഠിക്കാൻ പറയും. ശ്ലോകം 9, ദശകം 80. ഇവിടെ പറയാൻ പോകുന്നതായ കഥ സത്രാജിത്തിനെ ശതധന്വാവ് വധിച്ചു. ഇത് ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണ് എന്നുള്ള സൂചനയാണ് 9-ാം ശ്ലോകത്തിൽ പറയുന്നത്. കാരണം സത്രാജിത്ത് ധനമോഹിയാണ്, ജ്ഞാനമോഹിയല്ല. ജ്ഞാനം സിദ്ധിക്കണം എന്നുള്ളതായ വിചാരമൊന്നും അദ്ദേഹത്തിനില്ല. ഭക്തിപരമായിട്ടും അദ്ദേഹം കുറച്ച് പിന്നാക്കം തന്നെയെന്ന് വേണം വിചാരിക്കാൻ. ദുരഭിമാനം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം വധാർഹനാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ കൈകൊണ്ട് മരണം സംഭവിക്കാനുള്ളതായ ഭാഗ്യോ യോഗോ ഈ സത്രാജിത്തിനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഒരു കാരണം വെച്ചുകൊണ്ട് ശതധന്വാവിനെ കൊണ്ട് തന്നെ ആ ഒരു കൃത്യം ചെയ്യിപ്പിച്ചത് ഭഗവാൻ. പക്ഷെ അതേ സമയത്ത് തന്നെ ഈ സമന്തകമണി ശതധന്വാവ് രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അക്രൂരനെ ഏൽപ്പിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് ഈ മണി അക്രൂരൻ്റെ നിന്ന് തിരിച്ചു വാങ്ങിയില്ലാത്തേ ഭഗവാൻ, അറിഞ്ഞിട്ട് പോലും. ഇനി വരാൻ പോകുന്നുണ്ട്, ആ കഥാസന്ദർഭങ്ങൾ വർണ്ണിക്കാൻ പോകുന്നുണ്ട്. അതെന്തുകൊണ്ട് തിരിച്ചു വാങ്ങിയില്ല എന്നാണെങ്കിൽ, ഒരു ധർമാത്മാവാണ് അക്രൂരൻ, അതുപോലെ നല്ല ഭക്തനുമാണ് അക്രൂരൻ. കാരണം ഭട്ടതിരിപ്പാട് തന്നെ 72-ാം ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഭവതംഗ്രി പരശ്ചിരായ ത്വദ്ദശനാക്ഷമന എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ഭക്തനാണ്.
അപ്പം അദ്ദേഹത്തിന് നന്മയുണ്ടാവണം എന്നുള്ളതായ ഒരു അനുഗ്രഹഭാവം ഭഗവാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കഥ ഇങ്ങനെയൊക്കെ തിരിച്ചു മറിച്ചൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈശ്വരലീലയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ, അതിൻ്റെ ഗഹനത ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിച്ചെന്ന് വരില്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ അനുഭവിക്കുന്ന ഒരു ദുരിത ദുഃഖങ്ങളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഭഗവാൻ കാരുണ്യം ഇല്ലാത്തത് എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഭഗവത് ഭക്തന്മാരുടെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആത്യന്തികമായിട്ട് ഭഗവത് അനുഗ്രഹം ആ ഭക്തന്മാർക്ക് കിട്ടിയിരിക്കും. ഇത് ഇവിടെ സൂചിപ്പിക്കാൻ കാരണം ഈ ശ്ലോകത്തിലാണ്, 9-ാം ശ്ലോകത്തിലാണ് പറഞ്ഞത്, ഈ സത്രാജിത്ത് കുചരിതനാണ്, അതുപോലെ ധനമോഹിയാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളതായ വ്യക്തികൾക്ക് ഭഗവാന്റെ രക്ഷ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സജ്ജനങ്ങളെ സംരക്ഷിക്കാനും ദുർജനങ്ങളെ ഇല്ലാതാക്കാനുമാണ് ഞാൻ അവതരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഭഗവത് ഇച്ഛ പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കാനും അദ്ദേഹത്തിൻ്റെ ലീലകളെ മനസ്സിലാക്കി ജീവിതത്തിനെ ക്രമീകരിക്കാനും നമുക്ക് സാധിച്ചാൽ നല്ലതാണ്. നമുക്ക് ഭഗവാൻ തന്നെയാണ് ആശ്രയം, ബാക്കി ആരും ആശ്രയമായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് മനസ്സിലാക്കാൻ കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്നത് ഈ ശ്ലോകത്തിൽ എന്ന് വേണം വിചാരിക്കാൻ. ഹരിശരണം.